ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സാറ്റർഡേ ഞാൻ കളിക്കാൻ വരുമെന്ന്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ആള് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ സർവറിൽ പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പുതിയ 2 വണ്ടി ആഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ആദ്യം വേറെ വണ്ടി കിട്ടിയത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കോണിസൊക്കെ ഉണ്ടായിരുന്നില്ല, അത് ട്രേഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതൊരു M2 ആണ്. ഇപ്പോൾ എന്താ പറയുക, അത് നല്ലൊരു M2 ആണ്. എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല നല്ല വർക്കൊക്കെ ചെയ്തിട്ടാണ് എടുത്തത്. അതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ വ്യൂസൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അറബിക് സർവറിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിത് ഈ ഒരു എന്താ പറയുക, റിയൽ മണി എടുത്ത് വാങ്ങണ ഈ ഒരു കാറ് $1 കിട്ടിയത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വേറെ ഇതിലൊന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, ഹൈറ്റൊക്കെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. പിന്നെ ലൈറ്റ് വെച്ച് ഫ്ലാഗൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ റോൾസ് റോയ്സിന് 2,400,000 എന്തോ ആണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പോയി അറബിക് സർവറിൽ തന്നെയായിരുന്നു. ആ സെയിം സർവറിൽ തന്നെ ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിത് എന്താ പറയുക, 200 എന്തോ കിട്ടി. എന്താ അവനിങ്ങനെ വെറുതെ ഗീവ് അവേ പോലെ ചെയ്യണേ. അപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ ഇതേ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് പോയി നോക്കാം. ഇനിയും അവൻ എന്താ പറയുക വന്നിട്ടില്ലെങ്കിൽ ഞാൻ കോഡൊക്കെ എല്ലാവർക്കും കാണിച്ചു തന്നത്, ഇത് എൻ്റെ കോഡാണെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൻ വന്നിട്ടില്ലെങ്കിൽ നമ്മളെന്താ പറയുക, അവൻ്റെ ഇപ്പം നമ്മൾ പോയി നോക്കാം. പക്ഷേ അപ്പോൾ ഇനി നമ്മൾ അവൻ വന്നിട്ടില്ലെങ്കിൽ നമ്മളെന്താ നമ്മുടെ അവൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം സൈഡിൽ ഏറ്റവും അവസാനം. അപ്പോൾ അയാളാണ് വിന്നർ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണേ, ഇനി ഞാൻ വരുന്നത് എന്താ പറയുക, ചിലപ്പോൾ നാളെ ഞാൻ ചിലപ്പോൾ വരും ഗൈസ്. അപ്പോൾ അപ്പോഴേക്കും എന്താ പറയുക, ഞാൻ വരാൻ പോണത് ഇനി. അപ്പോൾ അടുത്ത് ഗീവ് ആയിട്ട് എന്താ കുറേ വണ്ടികൾ വരുന്നുണ്ട് ഗീവ് ആയിട്ട്. അപ്പോൾ എന്തായാലും ഒരു ഇത്തിരി സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അവനെനിക്ക് എന്താ മെസ്സേജൊക്കെ ചെയ്യാമായിരുന്നു, അവൻ്റെ എന്താ നെയിം കാണിക്കുമെന്ന്. ചിലപ്പോൾ അവൻ ഈ പ്രാവശ്യം വരൂലായിരിക്കും. എന്താ പറയുക, അവൻ്റെ നെയിം എന്തായാലും നമുക്ക് കാണിക്കാം അവസാനം. നമുക്ക് എന്തായാലും നമുക്ക് ഈ സെല്ലിങ് പോയിന്റ് കൊണ്ടുപോകാം. കുറേ നല്ല വണ്ടികളുണ്ട് ഗൈസ്. ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു മസ്താങ്ക് കുറച്ച് പൈസ കിട്ടുന്ന നമുക്ക് എടുക്കാമായിരുന്നു. നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ഫോർച്യൂൺ ഉണ്ടെങ്കിൽ എനിക്കിന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിരുന്നു. ആരുടെയും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വലിയൊരു വണ്ടി കിടക്കുന്നുണ്ട്, എന്തായാലും പോയി നോക്കാം. 1 മില്യൺ നമുക്കൊരു 900 ചോദിച്ചേക്കാം, കിട്ടിയാൽ നല്ലതായിരിക്കും. കിട്ടുമെന്ന് ഈ വണ്ടിക്ക് ഇത്രയും പൈസ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല എനിക്ക്. ഒരു നൈസായിട്ട് ഒരു M2 കിടക്കണ്ടല്ലോ. എനിക്ക് ഈ M2 വേണമെന്നായിരുന്നു, പിന്നെ വേറെ M2 കിട്ടിയപ്പോൾ ഞാൻ അതെടുത്തു. ഇതെന്തായാലും നല്ലൊരു എനിക്കിപ്പോൾ കിട്ടിയേക്കണ നല്ലൊരു M2 ആണ്. വിൽക്കുന്നുണ്ടോ ചോദിക്കാം. ആരും ഫോർച്യൂൺ വിൽക്കുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാൾ എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് അവൻ ഇന്നും ചിലപ്പോൾ ജോയിൻ ആകില്ലെന്നായിരിക്കും. അവൻ പറഞ്ഞു എനിക്ക് 20 മില്യൺ ചോദിച്ചു നോക്കാം. അവൻ പറഞ്ഞു ഫോർച്യൂണർ 40 മില്യൺ എനിക്ക് തരാണ്, 20 മില്യൺ ചോദിച്ചു നോക്കാം. അത് കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്, കാരണം ഫോർച്യൂണർ എന്താണെന്നറിയില്ല, എനിക്ക് കിട്ടണില്ല. തരുന്നില്ല ഗൈസ്. ഈ ഫോർച്യൂണർ എനിക്ക് കിട്ടിയാലും മതിയായിരുന്നു, ഒരു അത്യാവശ്യം കിട്ടിയാലും. ഇവിടെ
ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഗിവ് കൊടുക്കുന്ന ആളില്ല ഇവിടെ. ഇത് കാണാൻ അവിടെ പജേറ പോലില്ല. ഇവിടെ വേറൊരു BMW ഉണ്ട്. വേറെ ഇവിടെ ഒരു പോലീസ് കാർ ഉണ്ട്. ഒരു എന്താ പറയുക, ഹെഡ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പോക്കൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു കാറുണ്ട്. നമുക്ക് എന്തായാലും വേറൊരു സർവറിൽ പോയി നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇനി അവൻ എന്താ വേറെ സർവറിൽ എന്താ വന്നാലോ, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്തായാലും സർവറിൽ പോകണില്ല കാശ്. കാരണം എന്താ പറയുക, ഞാൻ ഇതിന് മുമ്പ് ദിവസം ഞാൻ പോയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഏറ്റവും അവസാനം ഞാൻ കാണിക്കാൻ ആ ഒരു പേര് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ കാര്യങ്ങളായിട്ട് പോവാം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, അപ്പോൾ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഈ ഒരു കാറിൻ്റെ നമുക്ക് റിവ്യൂ നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ അല്ലെങ്കിൽ ഈ കാറുണ്ടോ കാശ്, എനിക്ക് ഈ കാറിന്ന് എന്താ പറയുക എക്സ്ചേഞ്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കാറിന് വെറുതെ എന്താ പറയുക ഓടിക്കാൻ പോവാം. നമുക്ക് നല്ല ഇംഗ്ലീഷ് അറബിക്കിൽ പോവാം. എങ്ങനെയാണെങ്കിൽ നല്ലൊരു എക്സ്ചേഞ്ച് കിട്ടാലും. കാരണം എനിക്ക് ആ മറ്റേ ഒരു ട്രക്കില്ലേ, മറ്റേ ഷെവർലെറ്റിൻ്റെ ആ ഒരു ട്രക്ക് എനിക്ക് $1 കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും നല്ല കാർസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ എപ്പോഴും പറയണതാണ്, ഇത് നല്ല എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നല്ല എന്താ പറയുക പൈസ എടുത്തിട്ട് കുറഞ്ഞ പൈസക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ അറബിക് സർവിൽ തന്നെ പോകണം. അടിപൊളിയാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ റോൾസ് റോയ്സിൻ്റെ ഫൈൻ കിട്ടുക. പോലീസ് എനിക്കിതിൻ്റെ എൻജിൻ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അറബിക് സർവിൽ ഇപ്പോൾ ആൾക്കാരുണ്ട്. ഇതേപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ വാങ്ങിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് എടുക്കുന്നത്. നമുക്ക് എന്താ പറയുക മറ്റേ ഷെവർലെറ്റിൻ്റെ കാറ്. ഇനി ഇത് ഇത്രയിലായിട്ട് $2 മില്യൺ കിട്ടിയൊക്കെയുള്ളതായിരുന്നു. കാരണം ഒരു പോലീസുകാരാണ് ഇപ്പം. അത് $3 മില്യൺ എന്താ പറയുക നമ്മുടെ ഔഡി ഉണ്ട്. ഔഡി TT 3 മില്യൺ കിട്ടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ 2 മില്യൺ ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. എന്താ പറയുക പോലീസായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും കിട്ടുമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു മെയ്ബാക്ക് ഉണ്ടല്ലോ. ഇതെത്രയും നല്ല സ്പീക്കാണ്. 3 മില്യൺ തന്നെ എന്തായാലും 120 മില്യൺ പറഞ്ഞു. അപ്പോൾ എന്താ കിട്ടാൻ ചാൻസ് 20 മില്യൺ പോകുന്നു. 48 മില്യൺ പറഞ്ഞു. ഞാൻ 50 പറയാം. അവൻ ചോദിച്ചാൽ എന്താ പറയുക, നമ്മുടെ ഷെവർലെറ്റിൻ്റെ ആ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചത്. വണ്ടിയിലുണ്ട്, പക്ഷെ ഞാൻ എന്താ പറയുക കൊടുക്കാനായിട്ട് എന്താ പറയുക നോക്കുന്നില്ല. ഞാൻ കൊടുക്കാൻ നോക്കുന്നില്ല. അപ്പോൾ എനിക്കിത് ആ ഒരു ടൊയോട്ടയുണ്ട്. ഇപ്പോൾ ഒരു ബോക്സൊക്കെ ടൊയോട്ട അതെനിക്ക് വേണമെന്നുണ്ട്. കാരണം അതിൻ്റെ കൂടെ എന്താ പറയുക ബോഡി ഗാർഡ്സിനെ പോലത്തെ ഇത് കിട്ടുന്നുണ്ട്. ഈ ഒരു ടൊയോട്ട നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു സുപ്ര ഇല്ല അതുപോലെയല്ലേ. ഞാൻ എന്താ പറയുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കാർ കളക്ഷൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും 2000 സുപ്ര ഇല്ലേ, അതേപോലത്തെ ഒരു സുപ്ര. അപ്പോൾ എനിക്ക് ഈ കാർ നോക്കി മറ്റേ ആ ഒരു കാറിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവൻ്റെ പേര് കണ്ടിട്ടുണ്ട്. ഇതാണ്. നമുക്കൊന്ന് എക്സ്ചേഞ്ചിന് വെച്ച് നോക്കാം. കിട്ടൂല.
കൊടുത്തു അങ്ങനെ. അപ്പോൾ എന്തായാലും കിട്ടാനായിട്ട് എന്താ ചാൻസ് ഇല്ല. നാട്ടിലത്തെ ഇതാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക 13 pounds ആണുള്ളത്. കണ്ടോ, എനിക്കറിയാൻ കിട്ടില്ല. കാരണം എന്താ പറയുക, അത് ഇത്തിരി എക്സ്പെൻസീവാണ്. പക്ഷെ കുഴപ്പമില്ല കാശ്. നമ്മുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ പുതിയ ഷെവർലെറ്റിൻ്റെ പിക്കപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് കിട്ടിയതിൻ്റെ ലക്കിനാണ്. കുറേ ആൾക്കാർ എന്താ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ ഞാൻ എന്താ പറയുക, ഞാൻ അത് കണ്ടതില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ മിസ്ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അതേപോലെ തന്നെ ഈ റോസസ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി എത്തുന്ന സമയത്ത് ഞാനിങ്ങനെ ആ ഇത്തിരി ദൂരെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കരുതി എനിക്ക് കിട്ടൂലെന്നായിരുന്നു എന്താ പറയുക നമ്മുടെ ഷെവർലെറ്റിൻ്റെ പിക്കപ്പ്. പക്ഷേ കിട്ടി. ഈ കാറിന് എത്രയാണ് ചോദിക്കുന്നത് നോക്കട്ടെ. ഒരു കാർ ഇപ്പോൾ ഇങ്ങനെ വന്നില്ല. ആ കാർ അവൻ $1 ഇട്ടു. അപ്പോൾ തന്നെ അവൻ എടുക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ഷെവർലെറ്റിൻ്റെ പിക്കപ്പ് ഇല്ല, അതുമായിട്ട് വരാം. എനിക്ക് തോന്നുന്നു എന്താ ആ കാർ എന്താ പറയുക കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ HP കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എന്താ പറയുക നമ്മുടെ HP കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. ഇതാണ്. അപ്പോൾ ഈ പുറയിലെ ബൈക്കും അതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടാണ്. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനം പോലും എന്താ പറയുക മാറ്റാൻ പറ്റില്ല. കാരണം എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോയിനില്ല, ആ കോയിൻ വെച്ചാണ് എല്ലാം വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാണ് ഈ കോയിൻ കുറവാണ്. ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയുക നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ഇതാണ്. വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലാണ് വരുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ബാക്കിയെല്ലാം അത് സെയിം തന്നെ. അപ്പോൾ കണ്ടോ, ഈ കാറിൽ എല്ലാ സാധനവും എന്താ പറയുക എനിക്കിങ്ങനെയാണ് കിട്ടിയത്. എനിക്ക് എന്താ ഈ സാധനമൊന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ വെക്കണം, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്താ പറയുക കിട്ടുമ്പോഴത്തേക്കും ഇതെന്താ ഈ സാധനം ഇതൊന്നും ഇല്ലാത്ത. ഇവിടെ ഒരു ബോക്സ് പോലത്തെ സാധനം വന്നു. ഇതുണ്ട്. ഇപ്പോൾ ബോക്സിൽ ഇവിടെ വെക്കുമ്പോൾ ആ ഒരു ബോക്സ് തന്നെ ഉണ്ട്. അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ സാധനമാണ് ഇതാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ ബൈക്കിങ്ങനെ ബാക്കിലിരിക്കുന്ന ഒരു രസമല്ലേ കാണാൻ. അപ്പോൾ അതാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ജീൻസാണ്. ഒരു ബ്ലാക്ക് നമ്മൾ ഈ കാറിൻ്റെ കളർ മാറ്റുള്ള നമ്മളെന്താ പറയുക ബ്ലാക്കിൽ തന്നെ ഇരിക്കുന്നതാണ് രസം. ആ സാധനം എല്ലാം ഇതിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ കാറെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആയിട്ട് കിട്ടിയത് ഇതാണ്. ഇതിൻ്റെ കാര്യം ഞാൻ എന്താ പറയുക ഒരു ഫുൾ എന്താ പറയുക റിവ്യൂവും കാര്യങ്ങളായിട്ട് എന്താ വേറൊരു വീഡിയോയിലായിരിക്കും ഞാൻ വരാൻ വേണം. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടില്ല, ഇതിൻ്റെ റിവ്യൂ മാത്രമായിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ അതാണ് എന്താ അടുത്തിൽ വരാൻ പോണത്. അപ്പോൾ ഈ കാറിന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എനിക്കൊന്നും ഈ കാർ റിയൽ മണി അടുത്ത് എന്താ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് എന്താ എനിക്ക് അങ്ങോട്ടും കൊടുത്തല്ല, ഞാൻ ഇങ്ങനെ മറ്റേ കാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീല് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേപോലെ എനിക്കിങ്ങനെ ഞാൻ അത് ചെയ്തപ്പോഴത്തേക്ക് അവൻ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കാണ് ഇങ്ങോട്ട് ഓഫർ വന്നത്. അപ്പം ഞാൻ ഈ കാർ ഇതിന് മുമ്പ് വാങ്ങാൻ നോക്കിയത്. അപ്പോൾ എന്തോ കോയിനോ റിയൽ മണി എന്തോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ എനിക്ക് ഈ ഓഫർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം എന്താ പറയുക ഈ കാർ എടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലെയിൻ ഒരു ബ്ലൂ കളറിലാണ്. ഇത് ഇവിടെ ഈ സൈഡിൽ കണ്ടോ ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു എന്താ കളറിൽ ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. എന്താ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തതാണ്. ആകെ വന്നത് എന്താ പറയുക ഈ ഒരു വിങ് മാത്രമാണ് ഇതിൻ്റെ കൂടെ വന്നത്. ബാക്കി അലോയ്സും എല്ലാം ഞാനാണ് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം എന്താ പറയുക നമ്മുടെ ഇതില്ല എന്താ നമ്മുടെ ആ ഒരാളുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ബൈ ഗൈസ്.